ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വർക്കിംഗ് വുമൻസിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും അതേപോലെ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ദേ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു 2 തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഈ തക്കാളി ഓപ്ഷണലാട്ടോ. ഈ തക്കാളി കുനുകുനാന്ന് അരിഞ്ഞിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തക്കാളി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പരിപ്പ് തന്നെ യൂസ് ചെയ്താലും മതി. അതിലേക്ക് ഞാനൊരു തക്കാളിയും മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്കാവാനായിട്ട് വെക്കാം. ആ സമയം നമ്മൾ ഒരു സവോള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 ചുവന്ന മുളക്, വറ്റൽമുളക് ഇതും ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളേ. നമ്മളിത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 2 സ്പൂണോളം കടുകും കൂടി ഇട്ടിട്ടുണ്ട്. ആ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഈ സമയം എല്ലാം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഈ മിക്സ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം, സാധാ പച്ചവെള്ളമാണ് ഞാൻ ചേർത്തത്. കാരണം പരിപ്പായതുകൊണ്ട് അത് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ചേർത്തത്. പിന്നെ മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്. പക്ഷേ മല്ലിയില ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്, നല്ല രുചി ഒന്നും കൂടി ഒന്ന് കൂടും. ഇതിപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.